അമ്മ നൃത്ത അധ്യാപിക, അച്ഛൻ സംഗീത അധ്യാപകൻ. ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ട മത്സരത്തിൽ പല്ലവി സുരേഷ് ചുവട് വെച്ചത് അച്ഛൻ സംഗീതം നൽകി പാടിയ ഗാനത്തിനാണ്. അമ്മ നൃത്തം പഠിപ്പിച്ചു. അപ്പം ഒരു കലാകുടുംബമാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരും കലയെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും കലയാണ് പ്രധാനം, അല്ലേ? മോളാണ് ഇന്നലെ മോഹിനിയാട്ടം കളിച്ചത്. എന്ത് തോന്നുന്നു? ഒരു അഭിമാന നിമിഷമല്ലേ? അച്ഛൻ സംഗീതം നൽകി പാടി, അമ്മ പഠിപ്പിച്ചു. എന്തായിരുന്നു എക്സ്പീരിയൻസ്? വളരെയധികം സന്തോഷമായിരുന്നു. അങ്ങനെ കാണാൻ പറ്റി ഭയങ്കര ഭാഗ്യമായിട്ട് കാണും. കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഡാൻസ് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. ഭയങ്കര ആഗ്രഹിച്ച സ്റ്റേജാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് തുടങ്ങുമ്പോൾ സ്റ്റേറ്റ് വരെ എത്തണം എന്നുള്ള ഒരു ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത്. സ്റ്റേറ്റ് വരെ വളരെ ഒരു കുഴപ്പമില്ലാണ്ട് എത്താൻ സാധിച്ചൊരു ഭയങ്കര സന്തോഷം. അമ്മ നൃത്തം പഠിപ്പിച്ചു, അച്ഛൻ പാടിയ ഗാനത്തിന് ചൂടച്ചെന്നൊക്കെ പറയുമ്പം അത് കൂട്ടുകാരോടൊക്കെ പറയുമ്പം ഒരു അഭിമാനമല്ലേ? അതെ, തീർച്ചയായിട്ടും. അവർക്ക് എന്താ പറയുന്നത്? അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം അമ്മ ഡാൻസറും അച്ഛൻ മ്യൂസീഷ്യനും. അപ്പോൾ ആദ്യമേ അവരത് എന്നോട് ചോദിക്കാറുണ്ട്. മക്കൾ രണ്ടുപേരും നല്ലപോലെ നൃത്തം ചെയ്യും, പാട്ട് പാടും. അപ്പോൾ എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇവരിപ്പോൾ പങ്കെടുത്തത്? പല്ലവി 14-ാം തീയതി വീണയ്ക്ക് പങ്കെടുക്കുന്നു, എ ഗ്രേഡ് ഉണ്ട്. ഇന്നലെ തിരുവാതിരയും മോഹിനിയാട്ടമായിരുന്നു. നാളെ ഭരതനാട്യം. രണ്ടാമത്തെ മോള് 9ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അവൾ നാളെ വൃന്ദവാദ്യത്തിനുണ്ട്. ഞായറാഴ്ച രാവിലെ 18-ാം തീയതി വയലിനുണ്ട്. പല്ലവി ഇപ്പോൾ ഒരു 4ാമത്തെ വർഷമാണ്. അടുപ്പിച്ച് ഭരതനാട്യം, മോഹിനിയാട്ടം, വീണ, തിരുവാതിര, വൃന്ദവാദ്യത്തിനൊക്കെ ആയിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണേ. അവളുടെ അവസാനത്തെ കലോത്സവമാണ്, സ്കൂൾ കലോത്സവമാണ്. +2-നാണ് പഠിക്കണേ. ചേട്ടാ, അമ്മ നൃത്തം ചെയ്യും, മക്കൾ രണ്ടുപേരും നൃത്തം ചെയ്യും. ചേട്ടാ പാട്ട് പാടി കുഴങ്ങുമോ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കേരളത്തിൻ്റെ തനത് കലകളായ സോപാന സംഗീതവും മോഹിനിയാട്ടവും കൂടെ സമന്വയിപ്പിച്ച് സോപാന ലാസ്യം ഒരു നൂതന നൃത്ത സംഗീത സമന്വയം ഞങ്ങൾ വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുട്ടികളും വീണയും പുല്ലാങ്കുഴലൊക്കെ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞങ്ങൾ പരിപാടികൾ വിവിധ ഇന്ത്യക്ക് പുറത്തൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മക്കളും ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബപരമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിൽ പഠിപ്പിക്കുന്നു. ഭാര്യ അനുപമ തൃപ്പൂണിത്തുറ RLV ഗവൺമെൻറ് കോളേജിൽ മോഹിനിയാട്ട അധ്യാപികയാണ്. എന്താണ് സഹോദരിൻ്റെ പേരെന്താ? പവിത്ര സുരേഷ്. ഒരു പാട്ട് പാടൂലേ? ഇല്ല. വയലിൻ. അപ്പോൾ അച്ഛൻ പാടുമായിരിക്കും അല്ലേ? ആ, അച്ഛൻ പാടും. പാട്ട് പാടിക്കും. എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എങ്കും നിറയും പരബ്രഹ്മം അമ്മ என்றழைக்கு എന്നതവം ചെയ്തനേ. അപ്പം ഇവരിങ്ങനെ കലോത്സവ വേദിയിൽ അടിച്ചു പൊളിച്ച് ഫാമിലിയായി വന്ന് നല്ല രീതിയിൽ എല്ലാത്തിലും പങ്കെടുത്ത് അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു ഫാമിലിയാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പെരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.